രക്ഷയാത്രയൊക്കെ വളരെ രസകരമായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഒരു രക്ഷയിലൊക്കെ 10-15 പേരാ കയറുന്നത്. ഞങ്ങൾ പുലർച്ചെ തന്നെ നേരെ എന്ത് ചെയ്തു, വൃന്ദാവനത്തേക്ക് വെച്ച് പിടിച്ചു. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറി. നല്ല ഗംഭീര ഒരു ഹോട്ടലായിരുന്നു. അവിടെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടോ അത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇഡ്ഡലി, അതിക്ക് പിന്നെ സാമ്പാർ, ചട്നി, ചമ്മന്തി, പിന്നെ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അവിടുന്ന് എല്ലാവരും കൂടെ റിക്ഷ എടുത്തിട്ട് നേരെ വൃന്ദാവനത്തിന്റെ ഉള്ളിലേക്ക് വെച്ച് പിടിപ്പിച്ചു. രക്ഷയാത്രയൊക്കെ വളരെ രസകരമായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഒരു രക്ഷയിലൊക്കെ 10-15 പേരാ കയറുന്നത്. നല്ല രസമായിരുന്നു ഇതിന്റെ യാത്ര കാണാൻ തന്നെ. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ കയറി നേരെ ചെന്നത് പ്രേമന്ദിറിലായിരുന്നു. പ്രേമന്ത്രി എന്ന് പറഞ്ഞിട്ടല്ലോ, അടിപൊളി ഒരു നിർമ്മിതി കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. ബദ്രി നല്ല ഹാപ്പിയിലാട്ടോ, നല്ല സന്തോഷത്തിലാണ് അവൻ, ഓടിച്ചാടി നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പ്രേമന്ത്രിൽ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി നിർമ്മിതികളുണ്ട്. എന്താ ഭംഗി! നല്ല പ്ലാസ്റ്റർ ഓഫ് പാരീസിലും അതുപോലെ നല്ല നല്ല കൊത്തുപണികളിലൊക്കെ തീർത്ത കൃഷ്ണന്റെയും ഗോപികമാരെയും ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭംഗിയും ഒക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ, നല്ലൊരു അന്തരീക്ഷം, നമുക്ക് വല്ലാത്തൊരു ഒരു 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 സന്തോഷം ഒരു ഫീൽ ചെയ്യുന്ന നല്ലൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലവും നമ്മളിങ്ങനെ ചുറ്റി കറങ്ങുമ്പോണ്ടല്ലോ, എന്ത് ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതെന്താ വെച്ചാൽ ഗോവർദ്ധന പർവ്വതം നമ്മുടെ കൃഷ്ണൻ ഉയർത്തിയില്ലേ, അതിന്റെ ഒരു സിമ്പിളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് ഉയർത്തിയിട്ടുണ്ട് കൃഷ്ണൻ. അപ്പൊ അതിന്റെ താഴെ കണ്ടില്ലേ, ആ ഗ്രാമത്തിലെ വൃന്ദാവനത്തിലെ എല്ലാ ഗ്രാമവാസികളും അതിന്റെ താഴെ നിന്നതും നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ. കാലികളും എല്ലാ ജീവജാലങ്ങളിലും ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ വന്നിട്ടാണ് അന്ന് സുരക്ഷ തേടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു നിർമ്മിതി, അതുപോലെ തന്നെ ഗോപികമാര്, പിന്നെ കൃഷ്ണൻ, അതുപോലെ തന്നെ രാധ, അത് കണ്ടില്ലേ, കൃഷ്ണൻ രാധയൊത്തൊരു ഊഞ്ഞാലിങ്ങനെ ആടുന്നത് നല്ല ഭംഗിയിൽ, അതായത് നല്ല എന്താ പറയാ, നല്ല രീതിയിൽ, നല്ല കൗതുകം തോന്നുന്ന രീതിയിലാണ് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്തു, പ്രേമമന്ദിർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൽ വന്നാൽ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, വൃന്ദാവനം ശരിക്കും ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീണ്ടും റിക്ഷ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അതിലിങ്ങനെ കറങ്ങി. ശരിക്കും നമുക്ക് വൃന്ദാവനം ഒരു ദിവസം കൊണ്ടൊന്നും പിന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഒരു 3 ദിവസമെങ്കിലും ആണ്. അത്രയും സ്ഥലങ്ങളുണ്ട് ശരിക്കും നമ്മുടെ വൃന്ദാവനത്തിൽ.